വീണ്ടും കേരള പോലീസ് വിജയകരമായ ഒരു ദൗത്യം പൂർത്തിയാക്കി. മോഷ്ടാക്കളെ പിടിക്കാൻ അജ്മീറിലെത്തിയ കേരള പോലീസ് സംഘത്തിന് നേരെ വെടിവയ്പ് വരെ ഉണ്ടായിരുന്നു. സ്വർണ്ണമോഷണ സംഘത്തെ പിടികൂടാനെത്തിയ എറണാകുളത്ത് നിന്നുള്ള പോലീസുകാർക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത്. പോലീസുകാർക്ക് നേരെ അക്രമികൾ 3 റൗണ്ടാണ് വെടിവെച്ചത്. അജ്മീർ ദർഗ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവത്തിലെ പ്രതികളായ ഷെഹസാദ്, സാജിദ് എന്നിവരെ കേരള പോലീസ് പിടികൂടുകയും ചെയ്തു. ഇനി ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും. ആലുവ റൂറൽ പോലീസ് പരിധിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മോഷണ കേസിലെ പ്രതികളെ തിരഞ്ഞാണ് അജ്മീറിലേക്ക് അവർ പോയത്. അജ്മീർ പോലീസിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. പ്രതികളെ കണ്ടെത്തിയ പോലീസ് സംഘം ഇവരെ അവിടെ വെച്ച് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെയാണ് വെടിവെപ്പുണ്ടായത്. പോലീസുകാരെ കണ്ടതോടെ നിലത്തേക്ക് വെടിയുതിർത്ത് രക്ഷപ്പെടാനായിരുന്നു പ്രതികളുടെ ആദ്യ നീക്കം. തുടർന്ന് പോലീസുകാർ ഇവരെ പിന്തുടരുകയും 2 പേരെ അതിസാഹസികമായി കീഴടക്കുകയുമായിരുന്നു. ഏറെ നേരം നീണ്ടുനിന്ന മൽപ്പിടുത്തത്തിന് ശേഷമാണ് ഉത്തരാഖണ്ഡ് സ്വദേശികളായ 2 പേരെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്നും 2 തോക്കുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട ബാക്കി പ്രതികൾക്കായി അജ്മീറിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്നും പോലീസ് പറയുന്നു. 2 ആഴ്ച മുമ്പാണ് ആലുവയിലെ 2 ഇടങ്ങളിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നത്. ആലുവയിൽ നിന്ന് 40 പവൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 80 പവനിലേറെയാണ് ഈ മോഷ്ടാക്കൾ കവർന്നത്. ഈ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ തേടിയാണ് പോലീസ് സംഘം അജ്മീറിലെത്തിയത്. സൈബർ തെളിവുകളടക്കം ശേഖരിച്ചാണ് പ്രതികൾ അജ്മീറിൽ ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായത്. തുടർന്ന് ഇവരെ പിടികൂടാനായി ആലുവ ഈസ്റ്റ് സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗങ്ങളായ 5 പേർ അജ്മീറിലേക്ക് പോവുകയായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നും കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും കുറ്റവാളികളെ പിടികൂടുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുപോലെ അപകടം നിറഞ്ഞതുമാണ്. പല സ്ഥലങ്ങളിലും പ്രാദേശിക നേതാക്കളും ചില പോലീസുകാരുമൊക്കെ അവരുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് നമ്മുടെ പോലീസ് പ്രതികളെ തേടി ഇറങ്ങുന്നത്. ഒരിക്കൽ കൂടി അന്യ സംസ്ഥാനത്ത് നിന്നും സാഹസികമായി പ്രതികളെ കീഴടക്കിയ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ.